സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ ആളുകളെ കളിപ്പിക്കാനുള്ളതല്ല കണക്കെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? എന്തിനാണ് എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക? 6000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. കൊടുക്കാനുള്ള കടക്കാരും വാഴകി നിൽക്കുകയാണ്. വാതിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്ക് കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിൽ അടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാം, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഞാനിത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമല്ലോ, ആ പഴയ മന്ത്രി 6000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കുന്നത്, അടിച്ചു പൊളിക്കാമല്ലോ. എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് സാമ്പത്തിക അവസ്ഥ.